വീട്ടിലെന്താ ചെടിയുണ്ടോ, ഇത്രയ്ക്ക് പൂ കിട്ടുന്നല്ലോ എന്ന് എല്ലാം ഒന്ന് റിഫ്രഷ് ആയി കേട്ടാ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. അപ്പോൾ ഞാൻ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ജോലിക്ക് പോവാണേ. അപ്പോൾ ഞാനുണ്ടല്ലോ ഗൈസ്, ഇന്ന് കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ മാസങ്ങളായി പൂ വെച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഹെയർ ക്ലിപ്പൊന്നും എടുത്തില്ല, വരുന്ന വഴിക്കാണ് വാങ്ങിച്ചത്. പൂവൊക്കെ വെച്ച് ചുന്തിരി മണിയായിട്ടാണ്, അല്ല നാടൻ കുട്ടിലാണ് വന്നേക്കുന്നത് ഗൈസ്. അപ്പം എത്തി, ഇന്ന് ഇച്ചിരി ഒന്ന് നേരത്തെ എത്തിയേട്ടാ. അപ്പോൾ പൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ആക്ച്വലി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നും ഡെയിലി ഞാൻ പൂ വെച്ചിട്ട് പോകുമായിരുന്നു. അങ്ങനെ എന്നോട് ടീച്ചേഴ്സും പിള്ളേരും എല്ലാവരും ചോദിക്കായിരുന്നു, വീട്ടിലെന്താ ചെടിയുണ്ടോ, ഇത്രയ്ക്ക് പൂ കിട്ടുന്നല്ലോ എന്ന്. ആക്ച്വലി അന്നുണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിനോട് ചേർന്നിട്ട് ഒരു കാവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു കാവുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോഴത്തേന് എല്ലാവരും ഇങ്ങനെ പൂക്കൾ കൊണ്ടുവരും. പൂവ് തിരിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വയ്ക്കുമല്ലോ. അപ്പോൾ ആ പൂക്കൾ എനിക്ക് പിറ്റേ ദിവസത്തേന് എടുത്ത് തരാറുണ്ട് അവിടെ നിന്ന്. അങ്ങനെ എന്നും തല നിറയെ, ഇത്രയൊന്നും അല്ല, എന്താണ്, ഒരു 5-6 മുഴമെങ്കിലും കാണും. അപ്പം അത്രയും വെച്ചിട്ട് 2 കൊമ്പിൽ കെട്ടിയിട്ട് 2 സൈഡിലും തല നിറയെ വെച്ചിട്ടാണ് പോണത്. ഇപ്പോൾ കുറേ മാസങ്ങളായി ഞാൻ ആക്ച്വലി പൂവ് വെച്ചിട്ട് തന്നെ. അപ്പോൾ വെച്ചപ്പോൾ ഒരു നൈസ് മണം. എനിക്ക് മുല്ലയേക്കാളും പിച്ചിയാണ് ഇഷ്ടം കേട്ടോ. അതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്കിനി ഉച്ചയ്ക്ക് കാണാം. വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് പാർക്കുട്ടി എന്തായാലും നേരത്തെ തന്നെ അയച്ചിട്ടുണ്ട്. പാർക്കുട്ടിക്ക് കുറച്ച് പേനയും ഫയലും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യം ലക്കിലെടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞാൻ നേരെ പോയി സവാള വാങ്ങിക്കാനാണ്. നമ്മളിവിടെ ഇങ്ങനെ വണ്ടിയിൽ ഒരു 3 കിലോ 100 രൂപ, 4 കിലോ 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് സവാള വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ ഞാനിപ്പോൾ നട്ട്സ് വാങ്ങിക്കുന്നത് ഇതുപോലെ വണ്ടിയിലൊരു ചേട്ടൻ കൊണ്ടുവന്ന് നട്ട്സ് വിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളതും ഇച്ചിരി റേറ്റ് ഇച്ചിരി കുറവുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് നട്ട്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ 2-3 പാക്കറ്റ് നട്ട്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ മീൻ വാങ്ങാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ എനിക്കുള്ള മീനാണ് ചേട്ടൻ തൂക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനിന്ന് മീനും കൂടെ വാങ്ങിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് പോയത്. ഞാൻ വീടെത്തിയിട്ടുണ്ട്. കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം വാങ്ങിച്ചു, വീടെത്തി. എന്നിട്ട് ഞാൻ ജസ്റ്റ് തലയിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ട് നിൽക്കുകയാണ്. കുളിക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. എന്നിട്ട് ഞാൻ മീൻ കട്ട് ചെയ്തെടുത്തേട്ടാ. ഞാൻ നല്ല കണ്ണൻകുഴിയാള, ചെറിയ വള്ളിക്കൊഴിയാള എന്ന് പറയും, കൊഴിയാള വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അത് അറുത്ത് വെച്ചു. പിന്നെ തേങ്ങ ചിരണ്ടി എല്ലാം വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു 10-15 മിനിറ്റ് ആയി തല എണ്ണ തേച്ച് വെച്ചേക്കുന്നു. പോയി ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പരിപാടി ചെയ്യാനുള്ള പരിപാടിയാണ്. ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചേട്ടാ. നമ്മുടെ ചമ്പ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് വരട്ടെ. വറുത്ത് വെച്ചിരുന്ന തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് ഞാൻ മീനിനുള്ള കൂട്ടെല്ലാം സെറ്റാക്കി മീൻ കറി അടുപ്പത്താക്കിയിട്ടാ. എന്നിട്ട് തോരനും ഞാൻ അടുപ്പത്ത് കടുപൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തലമുടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് രാത്രി തല കഴുകുന്ന പരിപാടിയില്ല. ഇന്നെന്തോ എനിക്ക് തല കുളിക്കണമെന്നുള്ളൊരു ഫീൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ തല കഴുകിയത്. മുടി ഉണങ്ങാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ട് ട്രൈ ചെയ്തെടുത്താലേ പറ്റൂ. ഗൈസ്, അപ്പോഴത്തെ കുളിയൊക്കെ കഴിഞ്ഞു. നല്ല ഒന്ന് റിഫ്രഷ് ആയി കേട്ടാ. കാരണം തലയിൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വന്ന ഉടനെ തന്നെ തോരനുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടുപ്പത്താക്കി. അപ്പോൾ ഒരു സൈഡിൽ തോരൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ഞാൻ കാണിച്ചു തരാം. മീൻകറി തിളച്ചു. അതിന് കുറച്ചൊന്ന് വറ്റിയാലും ഇതേ കണ്ടോ, തിള വരുന്നുണ്ട്. ഇനി ഇതിൽ അരപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ തോരൻ സെറ്റാണ് കേട്ടോ. അപ്പം ഇന്ന് ചോറ്, മീൻകറി, ക്യാരറ്റും ബീട്രൂട്ടും കൂടിയുള്ള തോരനും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ നെല്ലിക്ക അച്ചാറുണ്ട്. അപ്പം അതൊക്കെ കൂട്ടി കഴിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ തോരനൊന്ന് സെറ്റാക്കട്ടെ. തേങ്ങ ചിരുകുമ്പോഴേ കുറച്ചധികം തേങ്ങ ഞാൻ തിരുകി വെക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പണികളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. ഗൈസ്, ആക്ച്വലി ഞാൻ ചോറ് കഴിക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് മറന്നുപോയി. ചോറ് കഴിച്ച് തീരാറായപ്പോഴത്തേനാണ് ആലോചിച്ചത് വീഡിയോ എടുത്തില്ലെന്ന്.
നല്ല മീൻകറിയും തോരനും അച്ചാറും എല്ലാം കൂടി ഫുള്ള് കഴിച്ചു. ഒരു പിടി അങ്ങ് പിടിച്ച്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കാര്യമായിട്ടൊരു പിടി അങ്ങ് പിടിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയല്ലോ, ഞാൻ ഫുഡിൻ്റെ കാര്യം വീഡിയോ എടുക്കാൻ മറന്നുപോയല്ലോ. സാരമില്ല, അപ്പോൾ ഞാൻ കഴിച്ചിട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.